അഭിവന്യ പിതാവിനും മറ്റെല്ലാവർക്കും അങ്കമാലി മേരിമാത പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രസന്ന സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, കുടുംബാംഗങ്ങളെ, പ്രിയപ്പെട്ടവരെ, CMC കുടുംബത്തിന് പ്രത്യേകിച്ച് മേരിമാത പ്രൊവിൻസിന് ഇന്നേറെ സന്തോഷത്തിന്റെ സുദിനമാണ്. നമ്മുടെ പ്രിയപ്പെട്ട 5 മക്കൾ വളരെ നാളത്തെ പഠനത്തിനും പരിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്ക് ശേഷം തങ്ങളെ തന്നെ യേശുനാഥന് സമർപ്പിക്കുവാൻ, തിരുസഭാ സേവനത്തിൽ തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ തയ്യാറായിരിക്കുകയാണ്. ഇവരുടെ സമർപ്പണം കൊണ്ട് തിരുസഭ സന്തോഷിക്കുന്നു, സമ്പന്നയാകുന്നു, ലോകം അനുഗ്രഹിക്കപ്പെടുന്നു. ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് അങ്കമാലി എറണാകുളം മെത്രാപ്പൊലീത്തൻ വികാരി ആന്റണി കരി പിതാവാണ്. CMI സഭാംഗമായ പിതാവ് സഭയുടെ പ്രയർ ജനറൽ, കൊച്ചി പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ, ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജിന്റെ പ്രിൻസിപ്പൽ, മാണ്ഡ്യ രൂപത അധ്യക്ഷൻ എന്നീ നിലകളിലൊക്കെ തന്റെ ആത്മീയ കരുത്തും മികവും നേതൃത്വ പാഠവും തെളിയിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ പിതാവ് വന്നിരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തു, കഴിഞ്ഞ വർഷം കോവിഡിന്റെ ആരംഭത്തിൽ പിതാവ് എന്നെ ഫോണിൽ വിളിച്ചു. പ്രോവിൻസിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയാണ്, മഠങ്ങളിൽ സിസ്റ്റേഴ്സ് സുഖമായിരിക്കുന്നു, അത്യാവശ്യ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനാണ് വിളിച്ചത്. അതിരൂപതയിലെ എല്ലാ മേജർ സുപ്പീരിയേഴ്സിനെയും പിതാവ് നേരിട്ട് ഫോണിൽ വിളിച്ച് ക്ഷേമാന്വേഷണം നടത്തി. ഒരു പിതാവിന്റെ ഇടയന്റെ ശ്രദ്ധയും കരുതലും ഇതിൽ നമുക്ക് ഊഹിക്കാമല്ലോ. കഴിഞ്ഞ വർഷം പ്രോവിൻസിലെ പല പരിപാടികൾക്കും പിതാവിനെ ക്ഷണിച്ചുവെങ്കിലും കോവിഡിന്റെ നിയന്ത്രണങ്ങൾ കൊണ്ട് പിതാവിന് വരാൻ സാധിക്കാതെ പോയി. ഇപ്പോഴും കോവിഡിന്റെ ഭീതിയും ഭീഷണിയും നിയന്ത്രണമൊക്കെ ഉണ്ടെങ്കിലും പിതാവിന്റെ വാത്സല്യവും കരുതലുമാണ് ഇന്ന് ഇവിടെ പിതാവിനെ കൊണ്ടുവന്നിരിക്കുന്നത്. അഭിവന്യ പിതാവിനെ ഞങ്ങൾ ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ ദിനത്തിലേക്ക് പ്രോവിൻസിലേക്ക് പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പിതാവിന്റെ സെക്രട്ടറിയാണ് ജോസഫ് പള്ളാട്ടിയച്ഛൻ. സഹകാർമ്മികനായിരിക്കുന്ന അച്ഛനും ഞങ്ങൾ ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. എല്ലാ സിസ്റ്റേഴ്സിനും ഞങ്ങൾ സ്വാഗതം ആശംസിക്കുകയാണ്. നോവിസ് ടിയയുടെ ആന്റി, ജീവോദയ വിഗർ പ്രൊവിൻഷ്യൽ സിസ്റ്റർ ബെറ്റിയും ടിയയുടെ ആന്റി ട്വിങ്കിളിന്റെ നോവിസ് സിസ്റ്റർ ജീനയും ഇവിടെയുണ്ട്. ഹോളി ഫാമിലി സഭാംഗങ്ങൾ, നിങ്ങൾക്കും ഏറെ സന്തോഷത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, നമ്മളൊക്കെ ഈ സഭാവസ്ത്ര ചടങ്ങ്, വ്രതവാഗ്ദാന ചടങ്ങ് ഇങ്ങനെ പരിമിതമായ ഒരു സാഹചര്യത്തിൽ നടത്തുമ്പോൾ കുറച്ചൊക്കെ വിഷമമുണ്ട്. എങ്കിലും ഇപ്പോഴത്തെ നിയന്ത്രണങ്ങളോട് നിങ്ങൾ ത്യാഗത്തോടെ സഹകരിക്കുന്നു എന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ എല്ലാവരെയും, കുടുംബാംഗങ്ങൾ എല്ലാവരെയും, വ്യക്തികളെയും ഈ തിരുക്കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഓൺലൈനിൽ ഈ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേർന്ന് അകലങ്ങളിൽ ആയിരിക്കുന്ന പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, പ്രിയപ്പെട്ട വികാരിയച്ഛന്മാർ, മറ്റു വൈദിക സിസ്റ്റേഴ്സ് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ തന്നെ ഈ തിരുക്കർമ്മങ്ങളിലേക്ക്, ഇന്നത്തെ കർമ്മങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും ദൈവാനുഗ്രഹം നേർന്നുകൊണ്ട് എല്ലാം ദൈവാനുഗ്രഹപ്രദമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദിയോടെ സ്വന്തം മക്കളും സമൂഹാംഗങ്ങളുമായി സ്വീകരിക്കുന്നു. അബ്രാഹാം തന്റെ അരുമസുരനെ ദൈവഹിതപ്രകാരം ബലിയർപ്പിക്കാൻ മോറിയ മലയിലേക്ക് കയറിയതുപോലെ അനുഗ്രഹീതരായ ഈ മാതാപിതാക്കൾ ദൈവം ദാനമായി നൽകിയ തങ്ങളുടെ മക്കളെ ബലിയർപ്പിക്കാനും മക്കൾ തങ്ങളെ തന്നെ യേശുനാഥന് ബലിയർപ്പിക്കാനുമായി ഒരുങ്ങി നിൽക്കുകയാണ്. തങ്ങളുടെ കുടുംബത്തോട് വിടവാങ്ങുന്ന ഈ മക്കൾ ശിരസ് നമിച്ച് മാതാപിതാക്കളുടെ ആശീർവാദ അനുഗ്രഹങ്ങൾക്കായി അപേക്ഷിക്കുന്നു. Oh
കാർമികൻ ദീപം തെളിക്കുന്നു. തിരുസഭാ സേവനത്തിനായി സ്വയം സമർപ്പിക്കുന്ന ഈ അഗ്നികളെ സ്വീകരിച്ച് ഇവരുടെ പ്രതിഷ്ഠയെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ അഭിമന്യ പിതാവിനോട് അഭ്യർത്ഥിക്കുന്നു. തുടർന്ന് പിതാവ് അഗ്നികളോട് അവരുടെ ആഗ്രഹത്തെ പറ്റി അർപ്പിത ജീവിതത്തിനായി ഞങ്ങൾ പരിശീലിപ്പിച്ചിരിക്കുന്ന ഈ സന്യാസാർത്ഥികളെ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ തിരുസഭയോട് ഗാഠമായി ലഭിക്കണമെന്നും സമർപ്പണത്തിന്റെ അടയാളമായി ഞങ്ങളുടെ സന്യാസി സമൂഹത്തിന്റെ ഔദ്യോഗിക വസ്ത്രം ആശീർവദിച്ച് അവർക്ക് നൽകണമെന്നും പരിശുദ്ധ കർമ്മമാതാവിന്റെ സന്യാസി സമൂഹത്തിന്റെ നാമത്തിൽ അങ്ങയോട് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ആഗ്രഹം അവിടുന്ന് സഫലമാക്കുകയും ചെയ്യട്ടെ. ദൈവത്തിന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ
ദൈവമേ, മനുഷ്യവർഗത്തിന്റെ നവീകരണത്തിന് രക്ഷിക്കും വേണ്ടി അങ്ങയുടെ പ്രിയപുത്രൻ കാലിന്റെ കൂടെ നൽകിയ ദിവ്യരഹസ്യങ്ങളുടെ പരികർമ്മത്തിന് ബലഹീനരായ ശക്തരാക്കണമേ. സുവിശേഷോപദേശങ്ങളനുസരിച്ച് അങ്ങയുടെ പുത്രനെ അനുകരിക്കുവാനുള്ള ദൃഢനിശ്ചയത്തോടുകൂടെ തന്നെ സമർപ്പിക്കുവാൻ അങ്ങയുടെ സന്നിധിയിലാണ് ഇരിക്കുന്ന ദാസുകളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. പ്രവാചകനായ സാമൂഹ്യ ജീവിതത്തിൽ നാം
നിന്നെ ഞാൻ വിളിച്ചില്ല, പോയി കിടന്നുകൊള്ളുക. കർത്താവാണ് വിളിച്ചതെന്ന് സാമുവേൽ അപ്പോൾ അറിഞ്ഞില്ല. കാരണം അതുവരെ കർത്താവിന്റെ ശബ്ദം അവനെ വെളിവാക്കപ്പെട്ടിരുന്നില്ല. മൂന്നാമതും കർത്താവ് സാമുവേലിനെ വിളിച്ചു. അവൻ എഴുന്നേറ്റ് ഏലിയുടെ അടുത്ത് ചെന്ന് പറഞ്ഞു, അങ്ങനെ വിളിച്ചല്ലോ, ഞാനിതാ വന്നിരിക്കുന്നു. കർത്താവാണ് ബാലനെ വിളിച്ചതെന്ന് അപ്പോൾ ഏലിക്ക് മനസ്സിലായി. അതിനാൽ ഏലി സാമുവേലിനോട് പറഞ്ഞു, പോയി കിടന്നുകൊള്ളുക. ഇനി നിന്നെ വിളിച്ചാൽ കർത്താവേ അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രമിക്കുന്നു എന്ന് പറയാൻ. സാമുവേൽ പോയി കിടന്നു. അപ്പോൾ കർത്താവ് വന്നു നിന്ന് മുമ്പിലത്തെ പോലെ സാമുവേൽ സാമുവേൽ എന്ന് വിളിച്ചു. സാമുവേൽ പ്രതിവചിച്ചു, അരുളി ചെയ്താലും അങ്ങയുടെ ദാസനിത ശ്രമിക്കുന്നു. ദൈവമായ കർത്താവിന്റെ സ്തുതി. ആംബരമനവരം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുദിവസത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം എന്നീ വേദികയിൽ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ പിതാവേ ആശ്രയിക്കുന്നു. എനിക്ക് ലാഭമായിരുന്ന ഇവയെല്ലാം ക്രിസ്തുവിനെ പ്രതി നഷ്ടമായി ഞാൻ കണക്കാക്കി. ഇവ മാത്രമല്ല, എന്റെ കർത്താവായ യേശുക്രിസ്തുവിനെ പറ്റിയുള്ള ജ്ഞാനം കൂടുതൽ വിലയുള്ളതായി
പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങൾ ഉൾക്കൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാക്കുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം. സ്നേഹിതർക്ക് വേണ്ടി ജീവനെ പിടിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾ എൻ്റെ സ്നേഹിതന്മാരാണ്. ഇനി ഞാൻ നിങ്ങൾ ദാസന്മാരെന്ന് വിളിക്കുകയില്ല, കാരണം യജമാനം ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ദാസൻ അറിയുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു. എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയില്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിർത്തുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. തന്മൂലം നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നത് എന്തും അവിടുന്ന് നിങ്ങൾക്ക് തരും. ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, പരസ്പരം സ്നേഹിക്കുകയും. സർക്കാരിനായ ജോസഫ് പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ പ്രസന്ന, ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ ആൻമരിയ, സഭാവസ്ത്രം സ്വീകരിച്ച് മൃതവാഹനത്തിനായി ഒരുങ്ങിയിരിക്കുന്ന ടിയ, കെസി, ആഗ്നസ്, അഞ്ചു, മീനു, അവരുടെ മാതാപിതാക്കളെ, ബന്ധുക്കളെ, പ്രിയ സഹോദരി സഹോദരന്മാരെ, ആദ്യം പറഞ്ഞതുപോലെ ഏറ്റവും സന്തോഷകരമായ ഒരു സുന്ദരമാണെന്ന് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ വളരെ ലളിതമായ ആഘോഷമാണ്. എങ്കിലും നമ്മുടെ സന്തോഷത്തിന് യാതൊരു കുറവുമില്ല. കാരണം ഈ മേരിമാത പ്രൊവിൻസിലെ 5 യുവ സഹോദരികൾ ഇന്ന് സഭാവസ്ത്രം സ്വീകരിച്ച് വ്രതവാഗ്ദാനം ചെയ്യുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നവരാണ്. കാരണം സമർപ്പിത ജീവിതവും പൗരോഹിത്യവുമൊക്കെ പരിഹസിക്കപ്പെടുന്ന അപഹസിക്കപ്പെടുന്ന രംഗങ്ങളാണ് നമുക്ക് ചുറ്റും കാണുന്നത്. അതിൻ്റെയൊക്കെ നടുവിൽ നിങ്ങൾ സഹൈര്യം സമർപ്പിത ജീവിതത്തിലേക്ക് കടന്നു വന്നത് തീർച്ചയായിട്ടും അഭിനന്ദനാർഹമാണ്. നിങ്ങളെ 5 പേരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവരുടെ വിജയങ്ങൾ ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം നിങ്ങളുടെ മാതാപിതാക്കൾ ഇവിടെയുണ്ട്. അവരാണ് നിങ്ങളെ സന്തോഷത്തോടെ സമർപ്പിത ജീവിതത്തിലേക്ക് പറഞ്ഞിട്ടത്. മാതാപിതാക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയും തിരുസഭയുടെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്കമാലി പ്രോവിൻസിന്റെ CMC പ്രോവിൻസിന്റെ നാട്ടിൽ പ്രത്യേകമായി നന്ദി പറയുകയും ചെയ്യുന്നു. ഈ അവസരത്തിൽ സൂചിപ്പിച്ചതുപോലെ ഞാൻ CMA സഭാംഗമാണ്. എൻ്റെ രജിസ്ട്രേഷൻ 1967 54 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അന്നത്തെ തിരുക്കർമ്മങ്ങൾ പെട്ടെന്ന് ഞാൻ ഓർക്കുകയാണ്. കുറച്ചൊക്കെ ബാഹ്യമായിട്ട് വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല. കുറച്ച് മെറ്റൈസേഷൻ നാടകീയമായ ചില രംഗങ്ങളൊക്കെ ഉണ്ട്, അതൊന്നും ഇന്നില്ലായിരിക്കാം. പക്ഷെ അത്യധികമായിട്ട് അന്നത്തെയും ഇന്നത്തെയും പ്രതീകാത്മക ഒന്ന് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു. എൻ്റെ രജിസ്ട്രേഷൻ ഞങ്ങളുടെ വിഷയത്ത് കർമ്മറ്റിയിലായിരുന്നു. ഞങ്ങൾ 20 പേരാണ് രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നത്. രാവിലെ ഇതുപോലെ 10 മണിക്കാണ് കർമ്മങ്ങൾ ആരംഭിക്കുന്നത്. ഞങ്ങൾക്ക് ഒരു പ്രത്യേക നിർദ്ദേശം ഉണ്ടായിരുന്നു. മുണ്ട് ഉടുപ്പായിരുന്നു അന്നത്തെ ഡ്രസ്. 2 ഉടുപ്പിട്ട് വേണം പള്ളിയിൽ ഞങ്ങൾ വരുവാനാണ്. പ്രൊവിൻഷ്യൽസിനായിരുന്നു പ്രധാന കാര്യം. പ്രാരംഭ പ്രാർത്ഥന കഴിഞ്ഞ് ഞങ്ങൾ ഓരോരുത്തരായി പ്രൊവിൻഷ്യൽസിനെ സമീപിച്ചപ്പോൾ 2 ഷർട്ടുള്ളതിൽ ഒരെണ്ണം ഊരിക്കളഞ്ഞ് ഞങ്ങളെ സന്യാസ വസ്ത്രം ധരിപ്പിക്കുകയാണ്. സന്യാസ വസ്ത്രം എന്ന് പറയുമ്പോൾ ഇന്ന് CMA സഭാംഗങ്ങൾ ഉപയോഗിക്കുന്ന സിംഗിൾ കാസ്റ്റ് സാക്ഷനല്ല. നിങ്ങളതുപോലെ ഈ കറുത്ത നിറത്തിലുള്ള ലോബ, ഒരു കെട്ട്, സ്കാർഫ്, കപ്പൂസ്, 4 കഷ്ണങ്ങളുള്ള സന്യാസ വസ്ത്രം. എല്ലാവരും സന്യാസ വസ്ത്രം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വ്രതവാഗ്ദാനം നൽകി. അനുസരണം വ്രതങ്ങളുടെ വാഗ്ദാനം. തുടർന്ന് മുട്ടുകുത്തി കൈകൾ കുരിശിന്റെ ഭാഷയിൽ തിരിച്ചുകൊണ്ട് വിശുദ്ധ പൗലോസപ്പോസ്തലന്റെ വാക്കുകൾ ഞങ്ങൾ ആവർത്തിച്ചു. ഞാൻ മിശിഹായോട് കുരിശിൽ തറയ്ക്കപ്പെട്ടിരിക്കുന്നു, ഇനി ഞാനല്ല മിശിഹായാണ് എന്ന് ജീവിക്കുന്നത് എന്നുള്ള വിശുദ്ധ പൗലോസപ്പോസ്തലന്റെ വാക്കുകൾ. അതിനുശേഷം സാധാരണ ഒന്നിച്ചു കിടന്നിരുന്ന ഞങ്ങളെ പ്രൊവിൻഷ്യൽസിന്റെ പ്രത്യേക പ്രാർത്ഥനയെ അനുഗ്രഹിക്കുകയും വിശുദ്ധ വയലിൽ തളിച്ച് ശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രജിസ്ട്രേഷന് ഏകദേശം 5 വർഷം മുമ്പ് വരെ ഉടുപ്പ് മാറ്റത്തോടൊപ്പം പേര് മാറ്റവും ഉണ്ടായിരുന്നു. അന്ന് സഭ ഒരു പേര് ഒരാൾക്ക് കൊടുക്കും. ആ പേരിലായിരിക്കും
ആ വ്യക്തി പിന്നെ അറിയപ്പെടുന്നത്. നിങ്ങൾ അങ്ങനെ ചില വലിച്ചമാരുടെ പേര് കേട്ടിട്ടുണ്ട്. വിക്ടോറിയൻ, ബർണബാസ്, അക്വീനാസ്, അർക്കേഞ്ചൽ, ഇതൊക്കെ അന്ന് കിട്ടിയവരാണ്. ഇന്ന് പേര് മാറ്റമില്ല. പക്ഷെ ഈ പേര് മാറ്റവും പ്രതീകാത്മകമായിട്ട് ഒരു മരണവും ഉത്ഥാനവുമാണ് നമ്മെ അനുസ്മരിപ്പിക്കുന്നത്. ലോകത്തിന് മരിച്ച് യേശുവിൽ ഉദ്ധിതരാകുന്നതിന്റെ പ്രതീകാത്മകത. പ്രിയ യുവ സഹോദരങ്ങളെ, നിങ്ങളിലും ഇതാണ്. ഞാൻ പറഞ്ഞതിന്റെ ബാഹ്യമായ കുറെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷെ അത്യധികമായിട്ട് നിങ്ങൾ സഭാവസ്ത്രം സ്വീകരിച്ച് വ്രതം ചെയ്യുന്നതോടുകൂടി ലോകത്തിന് മരിച്ച് യേശുവിൽ ഉദ്ധിതരാവുകയാണ് ചെയ്യുന്നത്. ലോകത്തിൽ നിന്ന് നിങ്ങൾ എടുക്കപ്പെട്ടിരിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ പ്രത്യേകമായി എടുത്തിരിക്കുകയാണ്. ഫ്രഞ്ച് സാമൂഹ്യശാസ്ത്രജ്ഞനായ എഡ്വിൻ ഡർക്കൈൻ മതത്തെ വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ ശ്രദ്ധയ്ക്ക് വിഷയിപ്പിക്കുന്ന രണ്ട് വാക്കുകളാണ് സേക്രഡ് പ്രൊഫൈൻ. പ്രൊഫൈൻ എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിലെ നാം ഉപയോഗിക്കുന്ന കാര്യങ്ങൾ. സേക്രഡ് എന്ന് പറഞ്ഞാൽ ദൈനംദിന ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തി ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നാം നിയോഗിച്ചിരിക്കുന്ന വ്യക്തികൾ അല്ലെങ്കിൽ സാധനങ്ങൾ. പെട്ടെന്ന് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് നമ്മൾ കുർബാനയിൽ ഉപയോഗിക്കുന്ന ഓസ്റ്റിയം മീൻ. ദൈനംദിന ജീവിതത്തിൽ വെറും അപ്പവും നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന അപ്പവും മീനും അത് മാത്രമാണ്. പക്ഷേ വിശുദ്ധ കുർബാന പശ്ചാത്തലത്തിൽ യേശുവിന്റെ ശരീരരക്തങ്ങളായിരിക്കുകയാണ്. ദൈനംദിന ജീവിതത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് പിന്നെ സാധാരണക്കാരന് അപ്രാപ്യമാണ്. പ്രത്യേകം നിയോഗിക്കപ്പെട്ട വ്യക്തികൾ മാത്രമേ അത് പരികർമ്മം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ സ്ഥിതിവിശേഷമാണ് പ്രിയ യുവ സഹോദരികളെ നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ ഈ വ്രതം ചെയ്യുന്നതോടുകൂടി, സഹവാസം സ്വീകരിക്കുന്നതോടുകൂടി ലോകത്തിൽ നിന്ന് നിങ്ങൾ എടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി നിങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടവരാണ്. അതിന്റെ ബാക്കി അടയാളമാണ് നിങ്ങൾ കിട്ടാൻ പോകുന്ന ആ സന്യാസ വസ്ത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ വസ്ത്രം ധരിച്ച് നിങ്ങൾ വ്രതമനുഷ്ഠിച്ച് ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ബോധ്യമുണ്ടാകണം, നിങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നവർക്ക് ബോധ്യമുണ്ടാകണം, നിങ്ങൾ ലോകത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്, ദൈവത്തിന് വേണ്ടി, ദൈവിക കാര്യങ്ങൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ട വ്യക്തികളാണ് എന്ന്. അതനുസരിച്ച് വേണം നിങ്ങൾ ചിന്തിക്കുവാനായിട്ട്, സംസാരിക്കുവാനായിട്ട്, പ്രവർത്തിക്കുവാനായിട്ട്, ജീവിക്കുവാനായിട്ട്. അങ്ങനെയുള്ള ഒരു ജീവിതം നയിക്കുവാനായിട്ട് ഇന്നത്തെ ഈ ഘട്ടങ്ങൾ നിങ്ങൾ സഭാവസ്ത്രം സ്വീകരിക്കുന്നു, അതിനുശേഷം വ്രതം അനുഷ്ഠിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് സഹായകമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഒരിക്കൽ കൂടി നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവിധ വിജയങ്ങളും ഭാവങ്ങളും ആശംസിക്കുന്നു. അതോടൊപ്പം പ്രോവിൻസിലെ ഉഷാറിനെയും സിസ്റ്റർ പ്രസന്നയെയും മറ്റ് സിസ്റ്റേഴ്സിനെയൊക്കെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സമൂഹത്തിലേക്ക് 5 യുവ സഹോദരികൾ കൂടി കടന്നു വരുന്നു. അവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അതുപോലെ ഇവരുടെ മാതാപിതാക്കളെ അഭിനന്ദിക്കുകയാണ്. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ആശംസിച്ചുകൊണ്ട്, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ എന്റെ വാക്കുകളിൽ അവസാനിപ്പിക്കുന്നു. പ്രിയ സഹോദരിമാരെ, വ്രതങ്ങളെക്കുറിച്ചും സുവിശേഷോപദേശങ്ങളെക്കുറിച്ചും വേണ്ടവിധം പഠിക്കുകയും ധ്യാനിക്കുകയും ചെയ്ത ശേഷം വ്യക്തമായ അറിവോടെ, സ്വതന്ത്രമായ മനസ്സോടും കൂടിയാണ് CMC സന്യാസി സമൂഹത്തിൽ വ്രതവാഗ്ദാനം ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പിതാവിന്റെ ഏറ്റുനിറവേറ്റുവാൻ ദാസന്റെ രൂപം സ്വീകരിച്ച് ലോകത്തിലേക്ക് വരികയും കുരിശുമരണത്തോളം കീഴ്വഴങ്ങി മനുഷ്യർക്ക് സ്ഥാപിക്കുകയും ചെയ്ത മിശിഹായെ പിന്തുടരുവാനും അനുസരണവ്രതം വഴി ദൈവത്തിന് സമ്പൂർണ്ണ സമർപ്പണം ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. മിശിഹായോടും തന്നെ മണവാട്ടിയായ സഭയോടുമുള്ള ഐക്യത്തിൽ ആഴമായി പങ്കുചേരുവാനും അങ്ങനെ ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാമായി തീർന്ന പ്രേക്ഷക പ്രവർത്തനത്തിനും മനുഷ്യസേവനത്തിനുമായി സ്വയാർപ്പണം ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരാണ്. സമ്പന്നനായിരുന്നിട്ടും തന്റെ ദാരിദ്ര്യത്താൽ നമ്മെ സമ്പന്നരാക്കുവാൻ വേണ്ടി സ്വയം ശൂന്യവൽക്കരിച്ച മിശിഹായെ ഗ്രഹിക്കുവാനും ദാരിദ്ര്യപ്രദാനുഷ്ഠാനത്തിലൂടെ ദൈവജനത്തിന്റെ നന്മയ്ക്കായി സത്യത്തിലും അയോഗ്യയിലും ദരിദ്രരായി ജീവിക്കുവാൻ നിങ്ങൾ സന്നദ്ധരാണോ? ദൈവകൃപയിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് വ്രതങ്ങൾ പാലിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് ഇടയാകട്ടെ. സകലത്തെയും ആശീർവദിക്കുന്നതിന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നതിന് സമാശ്വാസവും എല്ലാത്തിനും പ്രചരിക്കുന്നതിന്റെ കാര്യവും സംരക്ഷണവും നിങ്ങളുടെ മേൽ ഉണ്ടാകട്ടെ. അനുസരണത്തിന്റെയും പ്രവിചരത്തിന്റെയും ദാരിദ്ര്യത്തിന്റെയും മാതൃകയായ പരിശുദ്ധ കന്യാമറിയത്തിന്റെ പ്രാർത്ഥനകൾ എപ്പോഴും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ.
ദൈവം നിങ്ങളുടെ ആഗ്രഹം സഫലമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. തങ്ങളെ തന്നെ ദൈവസേവനത്തിനായി സമർപ്പിക്കുന്നതിന്റെ അടയാളമാണ് സന്യാസ വസ്ത്രം. അങ്ങയിൽ നിന്നുള്ളവരുടെയും സവിശേഷത സൂചിപ്പിക്കുവാൻ പ്രത്യേക വസ്ത്രങ്ങളും അടയാളങ്ങളും നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. തങ്ങൾ ലോകത്തിൽ മരിച്ചവരും അങ്ങേക്ക് മാത്രമായി ജീവിക്കേണ്ടവരുമാണെന്ന് സദാ അനുസ്മരിപ്പിക്കുന്നതിനായി ഈ സന്യാസികൾ ധരിക്കുവാൻ പോകുന്ന ഈ വസ്ത്രങ്ങളെ ആശീർവദിക്കണമേ. ഇത് മിശിഹായോടുള്ള സ്നേഹത്തിന്റെയും വിധേയത്വത്തിന്റെയും നിസ്വാർത്ഥ സേവനം ചെയ്യുവാനുള്ള സന്നദ്ധതയുടെയും അടയാളമായിരിക്കട്ടെ. സുവിശേഷതയും പുലർത്തി എപ്പോഴും എല്ലായിടത്തും മിശിഹായ്ക്ക് സാക്ഷ്യം വഹിക്കുവാൻ അവർ പ്രാപ്തരാകട്ടെ. നിർഭയമായ ആത്മാവോടും പരിശുദ്ധമായ ചിന്തകളോടും കൂടി ജീവിച്ച് ബുദ്ധിമതികളായ വ്യക്തികളെ പോലെ ഇവരും സ്വർഗരാജ്യത്തിന് അവകാശികളാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നമ്മെ സ്നേഹിക്കുകയും നമുക്കായി സ്വയം ബലി സമർപ്പിക്കുകയും ചെയ്ത മിശിഹായുടെ പ്രസഹാരസ്യം ജീവിതത്തിൽ പ്രകാശിപ്പിക്കുവാൻ ഈ കുരിശും മോതിരവും പരിശുദ്ധാമ്മയോട് മിശിഹായുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ഈ കൊന്തയും ഉത്തരവും നിരന്തരം നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ഇവ നിങ്ങൾക്ക് എന്നും ഒരു ആത്മീയ പടച്ചട്ടിയായിരിക്കുകയും ചെയ്യട്ടെ.
അനുഗ്രഹിക്കണമേ. സമ്പൂർണ്ണ സമർപ്പണത്തിന്റെയും പങ്കുവയ്ക്കലിന്റെയും വിധേയത്വത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ജീവൻ നയിക്കുവാൻ ഉപദേശിക്കലാക്കണമേ. അനുസരണം ദാരിദ്ര്യം നിയമങ്ങൾ വഴി മിശിഹായെ നിർമ്മിക്കുവാനും അങ്ങയുടെ ജനത്തിന് ശുശ്രൂഷ ചെയ്യുവാനും അതുവഴി അങ്ങയെ മഹത്വപ്പെടുത്തുവാനും അവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ നയിക്കും. തുടർന്ന് നടത്തുന്നത് വ്രതവാഗ്ദാനമാണ്. പരിശുദ്ധ കർമ്മമാതാവിന്റെ സന്യാസിനി സമൂഹത്തിലെ അംഗമായതുകൊണ്ട് അനുസരണം, ബ്രഹ്മചര്യം, ദാരിദ്ര്യം എന്നീ വ്രതങ്ങൾ പാലിച്ചു കൊള്ളാമെന്ന് അർത്ഥിനികൾ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വഴി തിരുസഭാധികാരിയുടെയും സഭാ സമൂഹത്തിന്റെയും സാന്നിധ്യത്തിൽ ദൈവത്തോട് വാഗ്ദാനം ചെയ്യുന്നു. അങ്ങേ ദിവ്യവിളിക്കുള്ള പ്രത്യുത്തരമായി എന്നെ തന്നെ അങ്ങേക്ക് സമ്പൂർണ്ണമായി ആത്മാർപ്പണം ചെയ്യുന്നതിന് ധ്യാനാത്മകവും കർമ്മനിരതവുമായ ജീവിതത്തിലൂടെ ആത്മവിശുദ്ധിക്കും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി എന്നെയും എനിക്കുള്ളവയെയും ചെലവഴിക്കുന്നതിന് വേണ്ടി ഞാൻ സിസ്റ്റർ ടിയ മേരി, സിസ്റ്റർ ജെയ്സി വിൽസൺ, സിസ്റ്റർ ആഗ്നസ് മേരി, സിസ്റ്റർ അഞ്ജു മേരി, സിസ്റ്റർ വീണു ജോയ്, പരിശുദ്ധ കർമ്മനാഥയുടെയും സകല വിശുദ്ധരുടെയും മധ്യസ്ഥതയിൽ എന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ വഴി കർമ്മമാതാവിന്റെ സന്യാസിനി സമൂഹത്തിന്റെ നിയമപ്രകാരം അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ഒരു വർഷത്തേക്ക് അനുഷ്ഠിച്ചു കൊള്ളാമെന്ന് അങ്ങയോട് വ്രതം ചെയ്യുന്നു. സമർപ്പണം പരിശുദ്ധവും സജീവവും ദൈവത്തിന് പ്രീതികരവുമായ ബലിയായി അവിടുന്ന് സ്വീകരിക്കുമാറാകട്ടെ. വ്രതാർപ്പണം ചെയ്ത നവസന്യാസിനികളെ അഭിമന്യ പിതാവ് തിരുസഭയുടെ നാമത്തിൽ ആശീർവദിച്ച് ദൈവത്തിന് പ്രതിഷ്ഠിക്കുന്നു. സ്നേഹസ്വരൂപനായ പിതാവേ, അങ്ങയുടെ പ്രിയപുത്രന്റെ വിശുദ്ധിക്ക് സാക്ഷ്യം വഹിക്കുവാനായി പരിശുദ്ധാത്മാവോടെ സമർപ്പിതരെ അങ്ങ് വിളിക്കുന്നുവല്ലോ. ഏകാന്തതയിൽ പ്രാർത്ഥിക്കുകയും ദൈവസ്നേഹത്തിൽ പ്രസംഗിക്കുകയും രോഗികൾക്കും അശരണർക്കും ആശ്വാസം നൽകുകയും എപ്പോഴും അങ്ങയുടെ വിഷ്ണു വഹിക്കുകയും ഇതിന് ശിഖാരിലൂടെ തന്റെ ജീവൻ തുടരട്ടെ. അനുസരണവും ബ്രഹ്മചര്യവും ദാരിദ്ര്യവും ജീവിതാദർശമായി സ്വീകരിച്ച് മിശിഹായോടും മിശിഹായെ പോലെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിന്റെ ദിവ്യദാനങ്ങൾ സമർത്ഥമായി ഉദ്ഘോഷിക്കപ്പെടട്ടെ. അങ്ങയുടെ പുത്രന്റെ ദിവസന്ദേശങ്ങളും മാർഗദർശനം നൽകട്ടെ. അങ്ങയുടെ സ്നേഹത്താൽ ഹൃദയങ്ങൾ നിറയട്ടെ. സകലം വഴി അങ്ങയുടെ പുത്രനെ നയിക്കപ്പെടുവാനും വീക്ഷിതജനത്തോടെ സേവനം അനുഷ്ഠിക്കുവാനും പ്രാപ്തരാകട്ടെ. ഇവരുടെ ജീവിത വിശുദ്ധി സഭയെ പരിപോഷിപ്പിക്കട്ടെ. ഇവരുടെ ജീവിത സാക്ഷ്യം ദൈവജനത്തിന് മാതൃകയാകട്ടെ. നിത്യസൗഭാഗ്യത്തിലേക്ക് സംഗീതമാണ് ലക്ഷണം യഥായോഗ്യം സ്വീകരിക്കുവാനും ഇടയാകട്ടെ. പരിശുദ്ധ CMC മധ്യസ്ഥയായ പരിശുദ്ധ പ്രാർത്ഥനകൾ സകല വിശുദ്ധതയും പ്രത്യേകമായ ഞങ്ങളുടെ സഭയിൽ വിശുദ്ധതയും വാഴ്ത്തപ്പെട്ടവരുടെയും മധ്യസ്ഥതയും നിരന്തരം ഇവരോടുകൂടി ഉണ്ടായിരിക്കട്ടെ. സമർപ്പിത ജീവിതത്തിൽ തീക്ഷ്ണതയോടും ശ്രദ്ധയോടും ജീവിച്ച് പിതാവായ പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും ഉന്നതതയും സമർപ്പിക്കുവാൻ യോഗ്യരാകുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥായ നയിക്കും. കൈവെപ്പ് പ്രാർത്ഥന കഴിഞ്ഞു. ഇനി ഈ അർത്ഥികളെ കർമ്മമാതാവിന്റെ സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായി പ്രഖ്യാപിക്കുകയാണ്. കാർമികൻ തുടർന്ന് വരുന്ന പ്രാർത്ഥന ചൊല്ലി കുരിശ് വരച്ച് ഇവരെ അനുഗ്രഹിച്ച് പ്രതിഷ്ഠിക്കുന്നു. വ്രതാനുഷ്ഠാനത്തിലൂടെ CMC സന്യാസിനി സമൂഹത്തിൽ സമർപ്പിത ജീവിതത്തിനായി ഈ സഹോദരിമാർ ബന്ധിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും പ്രതിഷ്ഠിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു.
ലോകം മുഴുവനിലുമുള്ള എല്ലാ മക്കളെയും സുഖപ്പെടുത്തണമേ എന്നും ഞങ്ങളെയും രോഗി ശുശ്രൂഷകരെയും കാത്തുപരിപാലിക്കണമേ എന്നും ഈ മഹാവ്യാധിയെ ഈ ലോകത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു മാറ്റുവാൻ കരുണയുണ്ടാകണമേ എന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ജീവിതകാലത്തോടെ വിശുദ്ധിയോടുകൂടി വ്യാപരിക്കുവാൻ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ ദൈവമല്ലോ കാരണമാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരനിലേക്കും സുഖത്തിന്റെ നാമനായ വാസമത്തിൽ നമ്മുടെ പാപങ്ങളുടെ കഴികളെ Sit
പ്രവൃത്തിയാകുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. Sweet
അങ്ങയുടെ സത്യപ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനതാന്തരത്തിന്റെ കാര്യമായി പരിഗണിക്കാതെ അവിടെ തന്നെ ശുദ്ധനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ചു. വിവേകവും ബുദ്ധിയുമുള്ള മധ്യമായ ആത്മാവോടും മധ്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ്ണ മനുഷ്യനായ സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ സന്ദേശനിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർഭരമായ കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്തിട്ട് സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങളെല്ലാവരും ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ വലിയവരും ബലഹീനരുമായ ദാസരുടെ തിരുസന്നിധിയിൽ ഒരുമിച്ചുകൂടിയിരിക്കുന്നു. നന്ദി പറയുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അതപ്പതിച്ചുപോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും മൃതരായ ഞങ്ങളെ ജീവിപ്പിക്കുകയും പാപികളായ ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്യും. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ മനുഷ്യപ്രകൃതി നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിന്റെ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയിലുള്ളവരും ഭരണാധികാരിയുമായ റോമൻ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ജോർജ് മെത്രാപ്പൊലീത്തയ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ മെത്രാപ്പൊലീത്ത വികാരി ആന്റണി കരിയിൽ പിതാവിന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടി ഈ കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീയന്മാരുടെയും സാക്ഷികളുടെയും മകളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രതിനിധികളുമാരും നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. ദേശത്തിലും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞുപോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാലത്തെ പ്രത്യാശോടെ പ്രാർത്ഥിക്കുന്ന ദൈവജനത്തിനു വേണ്ടിയും പ്രത്യേകമായി CMC സന്യാസിനി വസ്ത്രം സ്വീകരിച്ച് വൃദ്ധാപ്രാമ്പഴങ്ങൾക്ക് സമർപ്പിച്ച ഈ അന്തിമ സഹോദരികൾക്ക് വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർഭയവും വിശുദ്ധവുമായ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ സമർപ്പിക്കുന്നു. ഈ യോഗയാചനത്തിൽ ദൈവമാതാവായ ദൈവമേയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംപ്രീതി നടത്തിയ നീതിമാന്മാരും വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും പാവനമായ പ്രയാസം ജാതമാക്കണമേ. ജീവിതകാലം അങ്ങയുടെ സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവം. അങ്ങയുടെ പ്രിയപുത്രനായ ഈശോ മിശിഹായെ അയച്ചതും ഈശോ മിശിഹായുടെ ജീവനായകമായ സുവിശേഷങ്ങൾ പ്രവാചകന്മാർ, സ്ത്രീമാർ, രക്തസാക്ഷികൾ, അമരന്മാർ, വേദപാലകന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകർക്കും വിശുദ്ധമാമോദീസായുടെ സജീവവും ജീവദായകവുമായ അടയാളങ്ങൾ മുതൽ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ സന്താനങ്ങളുമായ എല്ലാവർക്കും ആവശ്യമായ വിശുദ്ധിയുടെ മാർഗം പഠിപ്പിച്ചതെന്ന് എല്ലാ മനുഷ്യന്മാരുടെ കർത്താവേ, ബലഹീനരുമായ
പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ശ്രദ്ധയായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസത്തെ കുർബാനയിൽ അവിടെ താമസിച്ചതിനെ ആശീർവദിക്കുകയും ഗോത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടന്നുള്ളവർക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുയർപ്പുള്ളവരെ പ്രത്യാശിക്കും നിന്നെ പ്രതിപ്പെട്ട് എല്ലാവരോടും സ്വരാജ്യത്തിൽ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ വിശുദ്ധന്റെ മൂലത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകരുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനുള്ളത് അങ്ങയോട് തോന്നണമേ. എങ്കിലും സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ മനസ്സിലേക്ക് എന്റെ കാര്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവിശ്വാസിയായ നിന്റെ നാമത്തിന് സ്തുതിയും നാഥനാഥനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ പ്രസംഗത്തിൽ ഇറങ്ങിയ ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പാപോചമനുഷ്യയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. വിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നമ്മുടെ ഹൃദയപ്രസന്നമായി വ്യാപിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും അപേക്ഷിക്കുന്നു. സ്വതസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ
ഞങ്ങളെ ലോകത്തിൽ ഉൾപ്പെടുത്തരുതേ, ഞങ്ങളെ രക്ഷിക്കണമേ. സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും ഉണ്ടാവുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധത്തിനുള്ളതാകുന്നു. സുവിശേഷത്തിന് മിശിഹായെ ഗ്രഹിക്കുവാനും ദൈവത്തെ നിരന്തരം മഹത്വപ്പെടുത്തുവാനും സ്വർഗീയ സഭയിലെ ലോകത്തിന് വിശമാകാത്ത വിധം പ്രാർത്ഥിക്കുന്ന സമൂഹങ്ങളായി തീരുവാനും നിങ്ങളംഗമായിരിക്കുന്ന CMC സന്യാസി സമൂഹത്തിലേക്ക് ഉൾപ്പെടുത്തുവാനും വിശുദ്ധ ഗ്രന്ഥവും യാമപ്രാർത്ഥനയും നിയമാവലിയും നിങ്ങളെ സഹായിക്കട്ടെ. Bye.
സർവേശ്വരായ എന്നേക്കും. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായേ, സഭയെ കറയും കടമ്പുമില്ലാത്ത നിർമ്മലമാട്ടിയായി തീർക്കുവാൻ വേണ്ടി അങ്ങ് ജീവനർപ്പിച്ചു. അങ്ങയുടെ ആ സ്നേഹത്തിന് പ്രതിസ്നേഹം അർപ്പിക്കുവാൻ ഞങ്ങളെല്ലാവരും കടപ്പെട്ടവരാകുന്നു. അങ്ങ് ഞങ്ങൾക്ക് നൽകിയ സന്ദേശം പരിശുദ്ധമയെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കുവാൻ ദിവ്യചൈതന്യത്തിൽ നിരന്തരം പങ്കുചേരുവാൻ ഞങ്ങളെ പ്രത്യേകമായി വ്രതവാഗ്ദാനത്തിലൂടെ അങ്ങേക്ക് സമർപ്പിതരായിരിക്കുന്ന ഈ സന്യാസികളെ പ്രാപ്തരാകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും. പിതാവായ ദൈവം നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നമ്മെ അനുഗ്രഹിച്ചു. നമ്മുടെ കർത്താവ് തന്റെ രാജ്യത്തേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയമായ ശിവമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ വിളിക്കുന്ന സന്യാസികളുടെ ആരംഭിച്ചിരിക്കുന്ന സഹോദരിമാർ അവിടുത്തെ ആരാധനയും സ്തുതിയും ബഹുമാനവും സമർപ്പിക്കുവാൻ യോഗ്യരാകട്ടെ. ഹൃദയരഹസ്യങ്ങൾ അറിയുന്നവരും ലേഖികളെ ശക്തിപ്പെടുത്തുന്നവരും കുറവുകളെ പരിഹരിക്കുന്നവരും സൗഭാഗ്യം പ്രദാനം ചെയ്യുന്നവരുമായ ദൈവത്തിന് മുമ്പിൽ ഇവരുടെ സമർപ്പണം സ്വീകാര്യമാകട്ടെ. അവിടുത്തെ ജീവദായകമായ ലക്ഷണങ്ങൾ മദ്രസകൾ ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും അവയിലൂടെ പ്രകാശിതമാകുന്ന ദൈവത്തിന് സമർപ്പിക്കുന്നതിനും പരിശുദ്ധരാകട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കാരണത്താൽ നിത്യാനന്ദം അനുഭവിക്കുവാൻ യോഗ്യരാകട്ടെ. ദൈവജനത്തിൽ നന്മയ്ക്കും സേവനത്തിനുമായി സജ്ജരാക്കിയ മാതാപിതാക്കന്മാരെയും സന്യാസ സമൂഹാധ്യായികളെയും യുവജനങ്ങളെയും ബന്ധുക്കൾ മിത്രങ്ങളുകാരികൾ എന്നിവരെയും ഈ തിരുക്കങ്ങൾ പങ്കിടുന്ന എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിനെ കുറിച്ച് സജീവമായ ആൾക്കാർ എല്ലാവരും വിജയരാകട്ടെ. എല്ലാ വിപത്തും നിങ്ങൾ സുരക്ഷിതമാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിൽ പെരുകണമേ സ്വസ്തി. നവസന്യാസിമാർ ഇപ്പോൾ അഭിമന്യ പിതാവിനോടും സഹകാർമ്മികൻ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ നോവിസ് മിസ്ട്രസ് എന്നിവരോടും ഇന്നത്തെ തിരുക്കർമ്മങ്ങളിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ച അഭിമന്യ പിതാവിനും മറ്റെല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് ദൈവമായ അങ്ങ് എത്ര അത്ഭുതങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. ഞങ്ങളുടെ കാര്യത്തിൽ അങ്ങ് എത്ര ശ്രദ്ധാലുവായിരുന്നു. ഞാൻ അങ്ങ് വിവരിക്കാനും പ്രഘോഷിക്കാനും തുടങ്ങിയാൽ അവ അസംഖ്യമാണ്. അഭിമന്യ പിതാവേ, ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛ, സ്നേഹമുള്ള പ്രൊഫഷണലെ, പ്രിയ മാതാപിതാക്കളെ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ആട്ടിടയനായിരുന്ന നിന്നെ മേച്ചിൽ സ്ഥലത്ത് നിന്നും എടുത്ത് എന്റെ ജനമായ ഇസ്രായേലിന് അധിപനായി ഞാൻ നിയമിച്ചു. നീ പോയിടത്തെല്ലാം ഞാൻ നിന്റെ കൂടെയുണ്ടായിരുന്നു. അതെ, കൃതജ്ഞതയോടെ ആത്മനിർവൃതിയോടെ ദൈവത്തിന്റെ പരിശുദ്ധമായ നിലയ്ക്ക് പ്രത്യുത്തരം നേടി
പിന്നിട്ട വഴികളിൽ അതിജീവനത്തിന്റെ കരുത്തേകി ഞങ്ങളെ ധൈര്യപ്പെടുത്തിയ, ഞങ്ങളെ സ്നേഹപൂർവ്വം നയിച്ച നല്ല ദൈവമേ, അങ്ങേക്ക് 1000 നന്ദി പറയുന്നു. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട ഇടയന്മാരെ നിങ്ങൾക്ക് നൽകും. അവർ ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ നിങ്ങളെ പാലിക്കും. കരുത്തുറ്റ ആത്മീയ നേതൃത്വത്തോടെ ആടുകളുടെ മണമറിയുന്ന നല്ല ഇടയനെ പോലെ ദൈവമക്കളെ പിതാവായ ദൈവത്തിലേക്ക് സ്നേഹപൂർവ്വം നയിക്കുന്നതിൽ അതീവ തീക്ഷ്ണതയോടെ മുന്നേറുന്ന അഭിനന്ദ പിതാവിനെ തന്നെ ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് മുഖ്യ കാലഘട്ടം വഹിക്കുവാൻ പ്രതിഷ്ഠാകർമ്മത്തിലൂടെ ഞങ്ങളെ നല്ല ദൈവത്തിന് സമർപ്പിതരാക്കുവാൻ ഭാഗ്യം ലഭിച്ചതിൽ ഞങ്ങളേറെ സന്തോഷിക്കുന്നു. അഭിനന്ദ പിതാവേ, അങ്ങയുടെ വിലപ്പെട്ട സമയം ഞങ്ങൾക്കായി മാറ്റിവെച്ച് ഞങ്ങളെ അനുഗ്രഹിച്ചതിനും ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി എഴുതുന്നതോടൊപ്പം ദൈവം വിശ്വസ്തയുടെ ഭരമേൽപ്പിച്ച അതിശ്രേഷ്ഠമായ എല്ലാ ഉത്തരവാദിത്തങ്ങളും ദൈവകൃപയാൽ അനുഗ്രഹിക്കുന്നതും ഐശ്വര്യപൂർണമാകട്ടെ എന്ന് ഈ മക്കൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അഭിനന്ദ പിതാവിനോടൊപ്പം സഹകാർമ്മികനായിരുന്ന ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെയും ഞങ്ങൾ
ചിരിച്ചും ഞങ്ങളുടെ കൂടെ നടന്ന് സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ മാതിരി ഞങ്ങൾക്ക് പകർന്നു നൽകിയ ഞങ്ങളുടെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങളെയും ഞങ്ങൾ നന്ദിയോട് ഓർക്കുന്നു. ഈ നിമിഷം ഇവിടെ എത്താൻ കഴിഞ്ഞെങ്കിലും ലൈവായി ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആത്മീയ പാലകർ, വൈദികർ, ബന്ധുമിത്രങ്ങൾ, പ്രിയപ്പെട്ടവർ, ഗുരുഭൂതർ, മതാധ്യാപകർ, സഹപാഠികൾ എല്ലാവർക്കും 100 നന്ദി. ഒപ്പം ഇന്നത്തെ തിരുക്കർമ്മങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഞങ്ങളുടെ സ്നേഹവും ആത്മാർത്ഥമായ നന്ദിയും അറിയിക്കുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി പറയുമ്പോൾ അർപ്പിത ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുന്ന ഞങ്ങളുടെ ഈ ജ്ഞാനസ്നാന പവിത്രതയുടെ 2ാം വസ്ത്രത്തിന് ഒരിക്കലും മങ്ങലേൽക്കാതിരിക്കാൻ വിളിച്ച നാഥനോട് വിശ്വസ്തത പുലർത്തി എന്നും അവിടുത്തേത് മാത്രമായിരിക്കുവാൻ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനകൾ ഞങ്ങൾ അപേക്ഷിച്ചുകൊണ്ടും ഞങ്ങളുടെ എളിയ പ്രാർത്ഥനകൾ നിങ്ങൾക്കും വലിയ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഈ ലോകം മുഴുവനും വേണ്ടി ഞങ്ങൾ വാഗ്ദാനം ചെയ്തുകൊണ്ടും നിർത്തുന്നു. നന്ദി. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. Suddenly before my eyes, hues of indigo arise. With them how my spirit sighs, paint the sky